ഇന്നിപ്പോൾ ഞങ്ങൾ ഒരുപാട് നാൾ കാണാൻ പോവാന്നേ ഒരാളെ ഒരുപാട് നാളായി കണ്ടിട്ട്. വേറെ ആരുമല്ല, എൻ്റെ അപ്പച്ചിയാണ്. പാല് കാച്ചിന് വിളിച്ചിട്ട് പോലും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അന്ന് അപ്പൂനങ്ങ് ഓട്ടം ഉള്ളതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാലിന് നല്ല രീതിയിൽ പണി കിട്ടിയതുകൊണ്ട് സൺഡേയിൽ വെച്ചിരുന്ന എല്ലാ പരിപാടികളും ഒഴിവാക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നടക്കാമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് കെട്ടിയിരുന്ന പ്ലാസ്റ്ററൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പം ഞങ്ങൾ പഴയ താമസിച്ചിരുന്ന വീടിൻ്റെ വഴിയാണ്. ഈ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ കണ്ട് ഓർമ്മയൊക്കെ പുതുക്കിയിട്ട് വന്നപ്പോഴത്തേക്കിനും ഇതാ ഗേറ്റടവായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന്. അന്നേരമാണ് എൻ്റെ കാല് ശ്രദ്ധിച്ചത്. കണ്ടിട്ട് എനിക്ക് തന്നെ അറപ്പ് വന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഗേറ്റടവൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഏതൊക്കെയോ വഴി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൂവിനറിയാത്ത ഉടുക്ക് വഴികളൊന്നുമില്ല. അങ്ങനെ പോയ ഒരച്ഛനോട് വഴി ചോദിച്ച്, വഴി അറിയത്തില്ല, ഞങ്ങൾ ആദ്യമായിട്ട് പോവില്ലേ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു തന്ന വഴി പൊട്ടത്തെറ്റായിരുന്നു. ഞങ്ങൾ എത്തേണ്ട സ്ഥലവും കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത്. എന്തായാലും സ്ഥലത്തെത്തിയില്ല. അപ്പോൾ പിന്നെ കണ്ട ഒരു കടയിൽ കയറി ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. എന്ത് സാധനം മേടിക്കും എന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നടക്കുകയാണ്. കേക്ക് എടുത്ത് കൈ വെച്ചിട്ട് പിന്നെ വിചാരിച്ച് ക്രിസ്മസ് ന്യൂ ഇയറും എല്ലാം കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ കേൾക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച്. ഇവിടെ കുറേ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. സാധാരണ ഞാൻ കടയിൽ കയറുമ്പോൾ ഏതെങ്കിലുമൊക്കെ മേടിക്കുന്നതായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും മേടിക്കാനോ തിന്നാനോ ഉള്ള സമയവും തോന്നലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത്. അങ്ങനെ ആമിക്കുട്ടൻ്റെ മുട്ടായിയൊക്കെ മേടിച്ച് കൊടുത്തപ്പോൾ സന്തോഷം. അതിൻ്റെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടച്ചിട്ട് ഇറങ്ങി. അവിടുന്ന് പിന്നെ വീട്ടിലെത്തി. ഇതാണ് വീട്. ആമിക്കുട്ടൻ ഇവിടെ ആരെയും പരിചയമില്ലെങ്കിൽ ആമിക്കുട്ടൻ എല്ലാവരെയും പരിചയമുള്ളതിൽ ഓടി നടക്കുവാണേ. അത്യാവശ്യം നല്ല വീടാണേ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം അധികം കാണത്തില്ല. ഞങ്ങൾ പണ്ട് വരുന്ന സമയത്ത് വെള്ളമൊന്നും ഇല്ലാതെ ആറ്റിലൊക്കെ പോയി കുളിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളിതേ വടയും ചായയൊക്കെ കൊണ്ടുവന്ന്. ആമിക്ക് വട അങ്ങോട്ട് പിടിച്ചില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഞാൻ കഴിച്ചു കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ചായയും വടയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇറങ്ങി. പഴയ ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ അപ്പയൊക്കെ ജനിച്ച് വളർന്ന വീടിൻ്റെ പരിസരത്താണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇവിടെയാണ് ഒരുപാട് നാൾ നിന്നിട്ടുള്ളത്. അങ്ങനെ താഴ്ചയിലോട്ട് ഇറങ്ങിപ്പോയതാണ്. വെള്ളം ഒക്കെ കാണാമെന്ന് വിചാരിച്ചു. അന്നേരം അപ്പം പറഞ്ഞു വെള്ളമൊന്നും അവിടെ ഇല്ല, എല്ലാവരും ഉണങ്ങി കഴിഞ്ഞ് കിടക്കുമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ വീടിൻ്റെ പരിസരത്ത് നിന്ന് ചാമ്പയ്ക്കൊക്കെ പറിച്ച് വീട്ടിൽ പോരുന്നപ്പോൾ അത്രയേ ഉള്ളൂ.